അഴിമതിയിൽ തുടങ്ങി അഴിമതിയിൽ അവസാനിക്കുന്ന ഭരണമാണ് ഉമ്മൻചാണ്ടിയുടേതെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരു ശുദ്ധികലശം തന്നെ വേണമെന്നും വി.എസ്. അച്യുതാനന്ദൻ മലമ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയുമൊക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ്. LDFനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ, ആ കലശം നിർവഹിക്കാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായി മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വൻപിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഈഴവ സമൂഹത്തിന്റെ നേതാവെന്ന് അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് ഈഴവ സ്ത്രീകളെയാണ് തട്ടിപ്പിനിരയാക്കിയതെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നടേശന് പൂജപ്പുര ജയിലിലേക്കുള്ള വഴി തെളിഞ്ഞെന്നും വി.എസ്. മലമ്പുഴയിൽ പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ഇനി ഇതേപ്പറ്റി ഒന്നും ആരും പറയാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. നടേശൻ പാർട്ടിയുടെ ചുമതലയൊക്കെ മകനെ ഏൽപ്പിച്ചിട്ട് മിണ്ടാതെ മാറി നിൽക്കുകയാണ്. പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത് BJPയായി കൂട്ടുകൂടി ചേർന്ന് ഇപ്പോൾ വോട്ട് തട്ടാനുള്ള ശ്രമത്തിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശനും കൂട്ടർക്കും ചുട്ടപ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, UDF സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വി.എസ്. ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മലമ്പുഴയിൽ പറഞ്ഞത്? സോമി, മലമ്പുഴ മണ്ഡലത്തിൽ വി.എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം. പോരാട്ടങ്ങളുടെ നിറയൗവനത്തിന് സ്വാഗതം എന്നെഴുതിയ പ്ലക്കാർഡുമായാണ് വി.എസിനെ ജനങ്ങൾ വരവേറ്റത്. മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. അഴിമതി വിഷയത്തിൽ UDF സർക്കാരിനെതിരെ വി.എസ്. ആഞ്ഞടിക്കുകയായിരുന്നു. ഭൂരഹിതം കേരളം പദ്ധതിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയ സംസ്ഥാന സർക്കാർ 2820 ഏക്കർ ഭൂമി പതിച്ചു നൽകാനുള്ള, വലിയ വൻകിട കമ്പനികൾക്കും കുത്തക ആളുകൾക്കും പതിച്ചു നൽകാനുള്ള ശ്രമമാണ് നടത്തിയത്. വികസനത്തിന്റെ പേരിൽ വലിയ വാചകമടിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പരിപാടി. അദാനിക്ക് തീരെഴുതി കൊടുക്കുന്ന നിലപാടാണ് വിഴിഞ്ഞം പോർട്ടിന്റുമായി ബന്ധപ്പെട്ടുണ്ടായത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി സംസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കിയ ഭരണമാണ് ഉമ്മൻചാണ്ടി നടത്തിയത്. ഒപ്പം വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും വി.എസ്. കടന്നാക്രമിച്ചു. പിന്നോക്കക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന RSSുമായാണ് വെള്ളാപ്പള്ളി കൂട്ടുകൂടിയിരിക്കുന്നത്. മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പുരയിലേക്ക് വഴി തുറക്കുമെന്നും വി.എസ്. പറഞ്ഞു. ലോകായുക്ത കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാർക്ക് 136 കേസുകൾ നിലവിൽ ലോകായുക്തയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 5 വർഷത്തെ UDF ഭരണത്തിലുണ്ടായതെന്നും വ്യക്തമാക്കുകയുണ്ടായി. CPI നേതാവ് K. ഇസ്മായിൽ, അതേപോലെ തന്നെ LDFന്റെ ജില്ലാ കൺവീനർ ചാമുണ്ണി, CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, മറ്റ് വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ വി.എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിച്ചു. സോമി, AK ലതീഷ് പാലക്കാട് നിന്നും. LDF യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച മറ്റു വിഷയങ്ങളും യോഗം ഇന്ന് ചർച്ച ചെയ്യും. അതിന്റെ റിപ്പോർട്ടിലേക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്താം. മറ്റു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കൊല്ലത്ത് VM സുധീരന്റെ സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പുകൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. I ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തതിൽ കൊല്ലത്ത് ചേർന്ന I ഗ്രൂപ്പ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. INTUCയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. പ്രതിഷേധ സൂചകമായി കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലിമൂട്ടിൽ ബുക്ക് ചെയ്ത ഹാൾ I ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി I ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി RSPക്ക് നൽകി
ഇപ്പോൾ VM സുധീരന്റെ ഗ്രൂപ്പുകാരന് വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഐ ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥിയായ പുന്തലമോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂടിൽ ബുക്ക് ചെയ്ത ഹാള് ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ കണ്ണ് തുറക്കണം. എന്നെപ്പോലെ പ്രാദേശികമായിട്ട് ഉള്ള നേതാക്കന്മാരെ പ്രാദേശികമായിട്ട് നേതൃത്വരയിൽ നിൽക്കുന്ന പലരെയും അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ സ്ഥാനത്ത് ഞാൻ 75-ൽ KSUവിൻ്റെ അഞ്ചാലൂർ സ്കൂളിലെ ലീഡറായി, 78 കാലയളവിൽ പ്രാക്കളൻ സ്കൂളിലെ ലീഡറായി സ്പീക്കറാവുകയും ചെയ്തു. KSUവിൻ്റെ പാരമ്പര്യം മൂലം എനിക്ക് അവകാശപ്പെടാൻ പറ്റും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമമുള്ള സെക്രട്ടറിയായി. അപ്പോൾ മറ്റു പലർക്കും ചിലപ്പോൾ KSUവിൻ്റെ പാരമ്പര്യം മൂലം അവകാശപ്പെടാൻ പറ്റത്തില്ല. അതേസമയം AICC ലിസ്റ്റിലുണ്ടായിരുന്ന A ഗ്രൂപ്പുകാരിയായ ഉദയ സുകുമാരനെ ഒഴിവാക്കി VM ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉദയ സുകുമാരനെ മത്സരിപ്പിക്കാൻ A ഗ്രൂപ്പും തീരുമാനിച്ചതായി സൂചനയുണ്ട്. INUCയും കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചടയമംഗലത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി MM ഹസനെതിരെ KPCC സെക്രട്ടറി ചിതറ മധു രംഗത്തെത്തി. ഇപ്പോൾ ചിതറ മധു തന്നെ ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ചിതറ മധു, താങ്കൾ മത്സരിക്കുമോ ചടയമംഗലത്ത് MM ഹസനെതിരായി? KPCC സെക്രട്ടറി അല്ല, KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ. ആയിക്കോട്ടെ. ഞാൻ ചടയമംഗലം നിയോജകമണ്ഡലത്തില് ഇപ്പോ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് താങ്കൾ എത്തിച്ചേർന്നത്? ഞാൻ 1966 മുതൽ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്, ഫുൾ ടൈം പ്രവർത്തകനാണ്. ഞാൻ ജനിച്ചു വളർന്ന മണ്ഡലമാണ് ചടയമംഗലം. അവിടെ 1980 മുതൽ മത്സരിക്കാൻ പരിഗണിക്കുന്നത് എന്റെ പേരാണ്. പക്ഷെ ഒരിക്കൽ പോലും ഒരു അവസരം ഇതുവരെ തന്നിട്ടില്ല. ഇപ്പൊ എല്ലാ നേതാക്കന്മാരോടും ഒരു അവസരം തരണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു. 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും യാതൊരു പരിഗണനയില്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് അവർക്ക് വോട്ട് പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇനി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ആർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സ്വന്തമായി എനിക്ക് വോട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ഈ ഒരു തീരുമാനത്തിൽ കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ താങ്കൾക്ക് ഉണ്ടോ? ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു. പിന്തുണ ആരൊക്കെ ഉണ്ടെന്നുള്ളത് മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു സാധാരണ ഇപ്പൊ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തകനല്ല. 50 വർഷവും നാട്ടിലുള്ള ജനങ്ങളുമായും പാവപ്പെട്ടവരുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനാണ്. ഇപ്പൊ നിങ്ങൾ കാണുമല്ലോ, നിങ്ങളെ ചാനലിൽ നിന്നിട്ട് പിറ്റേന്ന് നേതാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നേതാവല്ല ഞാൻ. ജനങ്ങളുമായി നിരന്തരം ബന്ധമുള്ള ആളാണ്. അപ്പൊ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. സ്വാഭാവികമായും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് താങ്കൾ പോകുമ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് MM ഹസൻ, അദ്ദേഹത്തിന് എതിരെ മത്സരിക്കാൻ താങ്കൾ തീരുമാനിക്കുമ്പോൾ പാർട്ടിയിൽ നിന്നും താങ്കൾക്ക് എതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഞാൻ എന്റെ പാർട്ടി സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. പിന്നെ 1, 2 പാർട്ടിയിൽ നിന്ന് എന്തുണ്ടായാലും എനിക്ക് അതിനകത്ത് യാതൊരു പ്രയാസമില്ല. ഇനി ഇങ്ങനെയുള്ളൊരു പാർട്ടി തുടരണമെന്ന് ആഗ്രഹമില്ല. പ്രവർത്തകർ താങ്കൾക്കൊപ്പമാണെന്ന് താങ്കൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പ്രവർത്തകര് എനിക്കുള്ള ഒപ്പം ആയതുകൊണ്ടാണല്ലോ ഞാൻ എനിക്കൊരു അവസരം തരണമെന്ന് പറയുന്നത്. സാധാരണ അവിടെ നടക്കുന്നത് ഓരോ ഇലക്ഷൻ വരുമ്പോഴും എവിടെയെങ്കിലും കിടക്കുന്ന ചവറുകൾ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാകും. ഞങ്ങളെ കണക്കുള്ള കഴുതകൾ അത് ചുമക്കും. അവസാനം ഇലക്ഷൻ കഴിയുമ്പോൾ പൊടിയും തെറ്റി അവരങ്ങ് പോകും. വീണ്ടും ഞങ്ങൾ ഈ പരിപാടിയൊക്കെ തട്ടിക്കിട്ടുമ്പോൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും വരും വേറെ എവിടെന്നെങ്കിലും ഒന്നീ NDP അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇതുപോലെ നാട്ടിലും ജനത്തിനും കണ്ടുകൂടാത്ത കുറെ ആളുകളെ ഇപ്പൊ നമ്മളെ പാർട്ടി നേതൃത്വം പറഞ്ഞ എന്തുവാ, ജനപിന്തുണയുള്ള, ജനങ്ങളുമായി ബന്ധമുള്ള, വിജയസാധ്യതയുള്ള, ചടയമംഗലത്ത് നിന്ന് വിജയസാധ്യതയുള്ള പട്ടികയിൽ എന്റെ പേരാണ് വന്നത്. MM ഹസന്റെ പേര് അവിടെ വിജയസാധ്യതയിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. MM ഹസന് ഈ ചടയമംഗലമായിട്ട് എന്താണ് ബന്ധം? തിരുവനന്തപുരത്ത് കിടക്കുന്ന MM ഹസന് ചടയമംഗലത്ത് പാവപ്പെട്ട ആളുകളുമായിട്ട് എന്താ ബന്ധം? അവരെ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ അവരൊക്കെയുള്ള സകല പിന്തുണയും എനിക്ക് കിട്ടും എന്ന് 100% എനിക്ക് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. അത് മാത്രമല്ല, ഇപ്പൊ 65-67 വയസ്സായിരുന്നു.
ഇനി ഒരു അവസരത്തിന് വേണ്ടി ഈ പാർട്ടിയിൽ പിന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റും. മുമ്പ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ താങ്കളുടെ പേര് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു പലപ്പോഴല്ല 1980 മുതൽ എല്ലാ ഇലക്ഷനും എന്റെ പേരാണ് പോകുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക, ഇലക്ഷൻ വേണമെന്ന് ജയിപ്പിക്കുക, അവസാനം ഏതെങ്കിലും ഒരു എംബോക്കിയെ കൊണ്ടുവന്ന് നമുക്കുള്ള പിന്നെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ അച്ചടക്കമുള്ള നിലയിൽ അവരെ വിജയിപ്പിക്കാൻ അക്ഷീണം നമ്മൾ പരിശ്രമിക്കുന്നു. പലപ്പോഴും ഈ സാഹചര്യങ്ങളിലൊക്കെ താങ്കൾ തഴയപ്പെടുകയാണ് ഉണ്ടായത്. അതിനു പിന്നിലുള്ള ഒരു കാരണം എന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? കാരണം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളിപ്പോ ടി വിക്കാരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ആരാ മത്സരിക്കുന്നത്? ഇപ്പൊ സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് ഇരിക്കുന്നവരല്ലാതെ ആരും മത്സരിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവരല്ലേ മത്സരിപ്പിക്കുന്നുള്ളൂ. മറ്റൊക്കെ പ്രസംഗങ്ങളല്ലേ, ജനപിന്തുണ, പിന്നെ വിജയ സാധ്യത എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു പ്രകസനമല്ലേ. ഇതൊക്കെ നമ്മളുടെ പറഞ്ഞിട്ട് ഹൈക്കമാൻഡ് എന്ന് പറയും. ഇപ്പൊ ഹൈക്കമാൻഡ് എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ. ഇവിടുന്ന് 3 പേരും കൂടെ ഇരുന്ന് ഓരോ ആളുകളുടെയും ലിസ്റ്റല്ലേ ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. പേപ്പറിൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്താ? ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നല്ല എഴുതിയിരിക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി, രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥി, സുധീരന്റെ സ്ഥാനാർത്ഥി എന്നാണ്. ഞങ്ങൾ കോൺഗ്രസ്സുകാരാ. കോൺഗ്രസിന്റെ ചടയമംഗലത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ അല്ല അവിടുത്തെ കോൺഗ്രസ്സുകാരെ ഒന്നിപ്പിച്ച് ഒറ്റക്കെട്ടായി നിർത്തി ഈ ഇലക്ഷനെ നേരിടാൻ ശക്തമായി വളരെ ആലോചിച്ച് തീരുമാനമെടുത്താണ്. എടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു, മത്സരിക്കും. അത് പിന്നെ വിജയവും തോൽവിയെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. എത്രയോ മഹാരഥന്മാർ അവിടെ മത്സരിച്ചിട്ടുണ്ട്, എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ട്. അതല്ലല്ലോ പ്രശ്നം. ഒരു പാർട്ടിയിൽ ഞാനൊരു MA LLB MBA കാരനാണ്. എനിക്ക് ജോലി പലപ്പോഴും കിട്ടി. ഞാൻ അതെല്ലാം കളഞ്ഞിട്ട് പാർട്ടി എന്ന് പറഞ്ഞ് നടന്ന് അവസാനം ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാൻ ഈ പാർട്ടി തയ്യാറായില്ലെങ്കിൽ ഇതിന് ഇങ്ങനെ അല്ലാതെ വേറെ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. എം എൻ ഹസൻ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ കാലത്തും ഓരോ സ്ഥലത്ത് വരും, പിന്നെ മത്സരിക്കും. അവർക്കൊക്കെ വേറെ ഉദ്ദേശങ്ങളുണ്ട്. ചടയമംഗലത്ത് ഇയാൾ ജയിക്കുമെന്ന് പറഞ്ഞ് എന്താണ് വന്നിരിക്കുന്നത്? ആർക്കും വേണ്ടാത്തൊരു മണ്ഡലം എന്നാണ് പറയുന്നത്. മുസ്ലിമിന് കൊടുക്കാൻ പോകുമ്പോൾ അവർക്ക് വേണ്ട, RSPക്ക് കൊടുക്കാൻ. എന്നാലും 50 വർഷം ഈ നാട്ടിൽ കിടന്ന് പണിയെടുത്ത ആ നാട്ടുകാരനായ എനിക്കൊരു അവസരം തരണമെന്ന് ആവർത്തിച്ച് പറഞ്ഞാലും അത് കേട്ട ഭാവം പോലും കാണിക്കാതെ ഇപ്പൊ വന്നിരിക്കുന്ന ഹസൻ വിളിച്ചിരിക്കുന്ന എന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന മധു വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് 50 വർഷം പലരെയും ഇവിടെ പല മഹാരാജന്മാരെയും കൊണ്ട് നടന്ന് വിജയിപ്പിച്ച് MPയും മന്ത്രിയും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു അവസരം എനിക്ക് നിഷേധിച്ചത് ഇനി ഒരു കാരണവശാലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇനി ആർക്ക് വേണ്ടി വേറെ ആളിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഞാൻ പോവില്ല. അങ്ങനെ വോട്ട് പിടിക്കാനും വിജയിപ്പിക്കാനും കഴിവുണ്ടെങ്കിൽ പിന്നെ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വരുന്നല്ലോ. അതൊരിക്കൽ പോലും പരിഗണിക്കാത്തതിന്റെ ചേതോവികാരം എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പതുക്കെ ഞാൻ പറഞ്ഞോളാം. എന്തായിരുന്നാലും ഇനി ആർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്നില്ല. ഞാൻ ചെയ്ത സേവനങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് എനിക്ക് തരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും ചടയമംഗലത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാമൂഹ്യ സമുദായത്തിന്റെ പിന്തുണയൊക്കെ താങ്കൾക്ക് ഉറപ്പിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്? എനിക്ക് സാമുദായിക പിന്തുണയുടെ ആവശ്യമില്ല. അവിടെയുള്ള എല്ലാ സാമുദായിക ചേരിക്കാർക്കും എനിക്ക് ഒന്നുമല്ല തന്നെ, അവരെല്ലാം എന്നെ പിന്തുണയ്ക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ചടയമംഗലത്ത് ഏറ്റവും മെജോറിറ്റി നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ. അവിടെ ഒരു മുസ്ലിം ഇന്നുവരെ NSSന്റെ ഒരു പിന്തുണ ഉറപ്പാക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? NSSന്റെ പിന്തുണ മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം സമുദായത്തിന്റെയും ക്രിസ്ത്യൻ സമുദായത്തിന്റെയും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം പിന്തുണയ്ക്കും. ഞാൻ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ NSSന്റെ എന്ന വേറെ സമുദായത്തിന്റെ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ 90% വീടുകളിൽ എനിക്ക് വ്യക്തിപരമായി ഞാൻ 32 വർഷം കൊണ്ട് ഒരു കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പ്രസിഡന്റാണ്. ഏതാണ്ട് 1000 കോടി രൂപയാണ് അവിടെ ഞങ്ങൾ ഈ കാലയളവിൽ കൊടുത്തിട്ടുള്ളത് അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി. അവര് ഞാനുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധം കൊണ്ടൊന്നും സ്ഥാനാർത്ഥിയെ കിട്ടത്തില്ല. ഈ 10,000 കോടിയോ 50,000 കോടിയോ ഒക്കെ ഉള്ള ആളാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന കോൺഗ്രസ്. 50 വർഷം പാഴി പോയി എന്നുള്ളതിനകത്ത് എനിക്ക് ദുഃഖമുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസം. ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയും കൂടിയാണ് ചടയമംഗലം. ഇടതുപക്ഷത്തിന്റെ കോട്ടയൊന്നുമല്ല, അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇടതുപക്ഷത്തിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ബദലായി മത്സരിക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നീ മുസ്ലിമിന് കൊടുക്കും. മുസ്ലിം ആരെങ്കിലും വോട്ട് ചെയ്യോ? അവിടെ മുസ്ലിം ഇല്ല. NDPക്ക് 2 പ്രാവശ്യം കൊടുത്തു. NDP ഉണ്ടോ അവിടെ?
പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു ഷാഹിദ എന്ന് പറയും, ആ നാടുവാട്ട് ഇല്ലാത്ത ഒരാൾ വന്ന് ഞാൻ കോൺഗ്രസ് ആണ്, കൈപ്പത്തിയാണ്, മറ്റതാണെന്ന് പറഞ്ഞാൽ ആൾ വോട്ട് ചെയ്യുമോ? ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ നിർത്തിയിട്ടുണ്ടോ കോൺഗ്രസ് അവിടെ? ഇല്ലല്ലോ. അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, കോൺഗ്രസ് അല്ല അവിടെ പിന്നെ അംഗീകാരമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ഒരാളിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഒരു അവസരം ഒരു പ്രാവശ്യം അവിടെ കൊടുത്തു ക്ലാസ്സിന്. അയാളെ കയ്യിരിപ്പോണ്ട് പിന്നെ അവര് ജനങ്ങൾ പറഞ്ഞ് പൊക്കോന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വേണ്ടി വന്നില്ല. ഞാന് ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്കിപ്പോ 68 വയസ്സാവാൻ പോകുന്നു. കായും പകലും അവിടുത്തെ ആളുകളും മറ്റുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അത് ഒരു സമുദായത്തിന്റെ മാത്രമല്ല, സാമുദായികമായിട്ട് പറഞ്ഞാലും ഞാൻ ഇപ്പൊ സമുദായം തിരിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ എല്ലാ സമുദായക്കാരും എനിക്ക് ഒന്നുപോലെയാണ്. അവര് എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഞാനും അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അവരെ കാര്യങ്ങളിൽ ഞാനും ബന്ധപ്പെടുന്നുണ്ട്, എന്റെ കാര്യങ്ങളിൽ അവരും ബന്ധപ്പെടും. അവരെല്ലാം എനിക്ക് ഉറച്ച പിന്തുണയും സപ്പോർട്ടും വോട്ടും തരും. ഞാൻ ജയിക്കുമെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ഏതായാലും MM ഹസനെതിരെ മത്സരിക്കാൻ താങ്കൾ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് താങ്കൾ ഇപ്പോൾ. MM ഹസനല്ല, ഇനി സാക്ഷാൽ മുഖ്യമന്ത്രി വന്ന് മത്സരിച്ചെന്ന് ഞാൻ മാറില്ല. ഞാൻ മത്സരിക്കും. വളരെയധികം നന്ദി. MM ഹസൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയ ആളല്ല. MM ഹസന്റെ കാലം മുതൽ ഞാനും ഉണ്ട്. MM ഹസന് വേറെ പല സ്വാധീനങ്ങളിൽ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോ സ്ഥലത്ത് ചെല്ലും, കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും. അങ്ങനെ നടക്കുന്ന ആളല്ല. എനിക്കിപ്പോ MM ഹസൻ എന്നെക്കാളും വലിയ ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെയധികം നന്ദി ശ്രീ ചിത്ര മധു ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ചടയമംഗലത്ത് MM ഹസനെതിരെ, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി MM ഹസനെതിരെ മത്സരിക്കാൻ KPCC എക്സിക്യൂട്ടീവ് അംഗം ചിത്ര മധു രംഗത്തെത്തുന്നു. അദ്ദേഹമാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ K ബാബു കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിലേക്ക് നിങ്ങൾ ഓരോ പ്രദേശത്തും അന്വേഷിച്ച് നോക്കുമോ? ഇന്ന് വളരെ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം വരുമാന പരിധി 20,000-ന് 1 ലക്ഷമായിട്ട് ഉയർത്തി, പ്രായം 66-ൽ നിന്ന് 60 കുറച്ചു. അതുകൊണ്ട് പെൻഷൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ വിധവകളായ അമ്മമാർക്ക് ആൺമക്കളുണ്ടെങ്കിൽ പെൻഷൻ കിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ആൺമക്കളെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല. ഞങ്ങൾ ആ വ്യവസ്ഥ മാറ്റി ഇപ്പോൾ വിധവകളായ അമ്മമാർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടും. നേരത്തെ അത് കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതൊന്നും വളരെ വിസ്തരിച്ച് പറയുന്നില്ല, കാരണം എനിക്ക് 12:30 വേറൊരു സ്ഥലത്ത് പോകാണ്ട് ഞാൻ വൈകിയാണ് വരാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൻകിട വികസന പദ്ധതികൾ ഓരോ പ്രദേശത്തിൻ്റെയും അല്ലെങ്കിൽ ജില്ലയിലെയും പ്രാദേശിക വികസന പദ്ധതികൾ, ജനങ്ങളെ സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതികൾ, ഈ മേഖലയിലെല്ലാം ഏത് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. K ബാബു കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നു. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ, കോങ്ങാട് സ്ഥാനാർത്ഥിയായി എത്തിയ പന്തളം സുധാകരനെതിരെ ജില്ലയിലെ I ഗ്രൂപ്പിൽ അമർഷം പുകയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ അതൃപ്തിയും പ്രതിഷേധവും തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്ന ശാന്ത ജയറാമിനെതിരെ ശ്രീകൃഷ്ണപുരത്ത് ഗ്രൂപ്പ് മറന്ന് അസംതൃപ്തർ വിമത കൺവെൻഷൻ വിളിച്ചുയർത്തു. കഴിഞ്ഞ തവണ ഷൊർണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശാന്ത ജയറാമിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണിവർ. ഇവർ സ്ഥാനാർത്ഥിയായി എത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. I ഗ്രൂപ്പ് നേതാവ് പന്തളം സുധാകരൻ കോങ്ങാടാണ് മത്സരിക്കുന്നത്. ജില്ലാ I ഗ്രൂപ്പ് നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയുള്ള പന്തളത്തിൻ്റെ വരവ് പൂർണ്ണ മനസ്സോടെയല്ല ഗ്രൂപ്പ് അംഗീകരിച്ചത്. മുതിർന്ന I ഗ്രൂപ്പ് നേതാക്കളാരും പന്തളത്തെ സ്വീകരിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുമില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പന്തളം സുധാകരൻ വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ സ്ഥാനാർത്ഥി എന്നുള്ള പ്രശ്നമില്ല. ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. അവരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയും KSU സംസ്ഥാന പ്രസിഡന്റുമായ VS ജോയിക്കെതിരെ മണ്ഡലത്തിലും പാലക്കാട്ടും വ്യാപകമായി പോസ്റ്ററുകൾ വന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെക്കുമെന്ന വാർത്ത വന്നിരുന്നെങ്കിലും അതുണ്ടായില്ല. മലമ്പുഴയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
PT തോമസിനെതിരെ തൃക്കാക്കരയിൽ ചുവരെഴുത്ത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തിന് താഴെ PT വേണ്ടെന്ന് കരികൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പാർട്ടി ചിഹ്നവും കരികൊണ്ട് മായ്ച്ചിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ചുവരെഴുത്തിന്റെ ഉറവിടം വ്യക്തമല്ല. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനു പകരം PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ PT തോമസിനെതിരെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമമറിഞ്ഞ് 80 വയസ്സുകാരി താലൂക്ക് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പേരാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പാണ് ഇവരുടെ സമരത്തിലൂടെ പൊളിഞ്ഞത്. ഒരാഴ്ച മകനോടൊപ്പം താമസിക്കാൻ പോയ 80 വയസ്സുകാരി ചിറമൽ നാരായണിയുടെ വോട്ട് തള്ളാനുള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ ശ്രമം പരാജയപ്പെട്ടു. പേരാവൂർ അസംബ്ലി മണ്ഡലത്തിലാണ് സംഭവം. മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി കോൺഗ്രസ് നേതാവും ബൂത്ത് പ്രസിഡന്റുമായ കൂവക്കര ബാലകൃഷ്ണൻ 7-ാം നമ്പർ ഫോറത്തിൽ നാരായണിക്കെതിരെ പരാതി നൽകുകയായിരുന്നു. നാരായണിയമ്മ വീട്ടിലില്ലാത്ത അവസരത്തിൽ തറവാട്ട് വീട്ടിൽ വോട്ട് നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണം എന്ന നോട്ടീസ് ചുവരിൽ പതിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. വിവരമറിഞ്ഞ നാരായണിയമ്മ കഴിഞ്ഞ ദിവസം രാവിലെ പരാതിയുമായി താലൂക്ക് ഓഫീസിലെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. ഞാൻ അറിയില്ല. അപ്പോൾ ആ കാരണം നിങ്ങളെല്ലാവരും കൂടി എന്താണെന്ന് തീരുമാനിക്കണം, വോട്ടൊന്നും ചെയ്യണം. നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പരിഹാരമായത്. പേരാവൂർ മണ്ഡലത്തിൽ യുവജന നേതാവ് ബിനോയ് കുര്യൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായതോടെ പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് പ്രവർത്തകർ ഇടതുമുന്നണി വോട്ടുകൾ വ്യാപകമായി തള്ളാനുള്ള കള്ളപ്പരാതികൾ നൽകുന്നുവെന്ന പരാതിയും ഉയരുകയാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പരാജയ ഭീതി പൂണ്ടിട്ടുള്ള MLA സണ്ണി ജോസഫ് മുൻകൈയെടുത്താണ് ഇത്തരത്തിലുള്ള ശ്രമം. ഇത്തരത്തിൽ വ്യാജ പരാതി തന്ന് യഥാർത്ഥ വോട്ടർമാരെ വോട്ട് പട്ടികയിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി കർശന നടപടിയെടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ്. കള്ളപ്പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണനെതിരെ LDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി LDF. എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് തുടക്കം. MK സാനു മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ്, അമൽ നീരദ്, ബിജിപാൽ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് M. അനിൽകുമാറാണ് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് ആവേശം മുറുകിക്കയറുമ്പോൾ പ്രചരണങ്ങൾ കൊഴുപ്പിക്കണം. എന്നാൽ ഇത്ര വ്യത്യസ്തവും അർത്ഥവത്തോടെയും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടില്ല. കൊടും ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. മാവ്, മാംഗോസ്റ്റിൻ, കശുമാവ്, പേര, പ്ലാവ് തുടങ്ങിയ വൃക്ഷത്തൈകളാണ് നട്ടത്. പ്രൊഫസർ MK സാനു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ ഇത്രയും അധപ്പതിച്ച ഒരു ഭരണം നാളിതുവരെ കേരളം കണ്ടിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധമന്മാരെ കൊണ്ട് നിറയുകയും ലോകത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അധാർമികമായ കൃത്യങ്ങൾ അവിടെ പരസ്യമാകുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് ധാർമ്മികമായ ഒരു നിലപാട് ഏറ്റെടുത്തേ തീരൂ. ജൈവ പച്ചക്കറി കൃഷിയും ഫലവൃക്ഷങ്ങൾ നടന്നതുമെല്ലാം ജനപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൂടിയാണെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ തന്നെ മുൻകൈയോടെയും ജനകീയ പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കാൻ കഴിയും. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് M. അനിൽകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാനെത്തിയ ചലച്ചിത്ര സംവിധായകൻ അമൽ നീരദ് മഹാരാജാസിലെ തന്റെ SFI കാലഘട്ടത്തെ ഓർത്തെടുത്തു. നാട്ടുകാർ വെയിലുകൊണ്ടതിന്റെ ഫലം കൊള്ളക്കാർ ധൂർത്തടിച്ച 5 വർഷമാണ് കടന്നുപോയതെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ പറഞ്ഞു. ഉദയൻ, MJ ജേക്കബ്, പൂർണിമ നാരായണൻ, ഉഷ പ്രവീൺ, MK രാധാകൃഷ്ണൻ, PN സീനുലാൽ തുടങ്ങിയ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. തിരികെ വാർത്തയിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ LDF മണ്ഡലം കൺവെൻഷന് ആവേശകരമായ തുടക്കം. ഏലത്തൂർ നിയോജക മണ്ഡലം LDF കൺവെൻഷനോടെയാണ് മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചത്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഈ ആഴ്ച നടക്കും. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതിനാൽ LDF സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. തൊഴിലാളി മേഖലകളിൽ ആദ്യമെത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഏലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ആദ്യഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ടഭ്യർത്ഥനയുമായി എത്തി. കക്കോടിയിൽ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത LDF ഏലത്തൂർ മണ്ഡലം കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു.
മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കഴിഞ്ഞ 5 വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചതിനാൽ ഇത്തവണയും LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് AK ശശീന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ നാട്ടുകാരിൽ ഒരാളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാനും ജനങ്ങളും രണ്ടും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ LDFന് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകർന്നു തന്നിട്ടുള്ളത്. ചേളന്നൂർ പഞ്ചായത്തിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളിലും ഖാദി നെയ്ത്ത് കേന്ദ്രങ്ങളിലുമായിരുന്നു AK ശശീന്ദ്രന്റെ തിങ്കളാഴ്ചത്തെ പ്രചാരണം. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊയിലാണ്ടി മണ്ഡലങ്ങളിലെ LDF കൺവെൻഷനുകൾ ചൊവ്വാഴ്ച നടക്കും. 13 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തീകരിച്ച ശേഷം ഈ മാസം 12-നകം പഞ്ചായത്ത് ലോക്കൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.